നമസ്കാരം. ആസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് അഷ്ടമത്തിലെ ചൊവ്വ റിലേറ്റ് ചെയ്യുന്ന നല്ല സൂചന നൽകുന്ന കാർമിക് ഡെപ്റ്റുകളും അതിൻ്റെ ആത്മീയ പരിഹാരങ്ങളുമാണ്. ആത്മീയ മാത്രമല്ല, എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. അഷ്ടമഭാവം എന്നത് ഒരു രൂപാന്തരത്തിൻ്റെ, ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ ഭാവമാണെന്ന് ഞാൻ ഇതിൻ്റെ തുടക്കകാലത്ത് പറഞ്ഞിരുന്നു. ഓർമ്മയുണ്ടോ ആവോ? ഉണ്ടാവുന്നവർക്ക് നന്നായി, ഇല്ലാത്തവർ ആ വീഡിയോ ഒന്ന് പോയി കാണുക. 8th ഹൗസിനെ കുറിച്ച് പറഞ്ഞ വീഡിയോസ്. ഈ ഭാവത്തിലെ പല കാര്യങ്ങളും നമ്മുടെ ലോജിക്കുമായിട്ട് ചിന്തിക്കുന്നതിൻ്റെ, യുക്തിപൂർവം ചിന്തിക്കുന്നതിന് അതീതമായിട്ടുള്ള സഞ്ചിത കർമ്മങ്ങളുടെ അല്ലെങ്കിൽ സഞ്ചിത പ്രാരാബ്ധങ്ങളെ ഒരുപാട് സൂചന നൽകുന്ന, പ്രാരാബ്ധം പൂർണ്ണമായിട്ടും ജാതകത്തിൻ്റെ പലയിടത്തായിട്ട് ചിന്തിച്ചിതറി കിടക്കുകയാണ്. പക്ഷേ സഞ്ചിത കർമ്മങ്ങളുടെ ഒരു പാസ്റ്റ് ലൈഫ് കർമ്മ അല്ലെങ്കിൽ സഞ്ചിത കർമ്മങ്ങളുടെ ഒരു സൂചനാഭാവമായിട്ടാണ് വാസ്തവത്തിൽ 8ാം ഭാവത്തെ പറയുന്നത്. അത് ചില ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. 6, 8, 12 ഭാവങ്ങൾ എന്ന് പറയുന്ന പൂർണ്ണമായും സഞ്ചിത പ്രാരാബ്ധങ്ങളുടെ ദുരനുഭവങ്ങളെ, അതായത് സഞ്ചിത പ്രാരാബ്ധങ്ങളിൽ പെടുന്ന ദുഷ്കർമ്മങ്ങളെയും, ബാക്കി കേന്ദ്ര ത്രികോണ ഭാവങ്ങളിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർവജന്മാർജിതമായിട്ട് വരുന്ന സുഹൃതങ്ങളെയും സൂചിപ്പിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ 8ാം ഭാവത്തിൽ സഞ്ചിത കർമ്മങ്ങളെ, പാസ്റ്റ് ലൈഫ് കർമ്മയെ സൂചിപ്പിക്കുന്ന ഭാവമായതുകൊണ്ട് തന്നെ മരണം, പുനർജന്മം, നിഗൂഢ ജ്ഞാനം, പങ്കാളിയുടെ ധനം, നിഗൂഢ സ്വഭാവങ്ങൾ, പങ്കാളിയുമായി പിഴകുമ്പോൾ ഉണ്ടാവുന്ന നിങ്ങളുടെ നിഗൂഢമായിട്ടുള്ള വാസനകൾ, ഇതെല്ലാം അഷ്ടമഭാവത്തിലാണ് കാണിക്കുന്നത്. പലപ്പോഴും നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത നമ്മുടെ തോട്ട്സിൻ്റെ, അതായത് എവറി ആക്ഷൻ ഈസ് എ തോട്ട് മെയ്ഡ് മാനിഫെസ്റ്റേഷൻ എന്നാണ്. ചിന്തകളുടെ ബാഹ്യാവിഷ്കാരമാണ് ജീവിതം അല്ലെ പ്രവൃത്തികൾ. ആ ചിന്തയുടെ റീസൺ, എന്തുകൊണ്ട് അയാളിങ്ങനെ ചിന്തിക്കുന്നു. അപ്പോൾ അഷ്ടമഭാവം സൂചിപ്പിക്കുമ്പോൾ അഷ്ടമഭാവത്തിൽ ചൊവ്വ നിൽക്കുന്ന ഒരാൾ ഇങ്ങനെ എന്തുകൊണ്ട് ചിന്തിക്കുന്നു എന്ന് ചോദിച്ചാൽ അയാളുടെ കാർമിക് ഡെപ്റ്റ് ഇന്നത് ആയതുകൊണ്ട് തന്നെ അയാൾ എത്ര മാറ്റാൻ ശ്രമിച്ചാലും അതിൽ ചിലത് അയാളിൽ നിന്നും പുറത്തേക്ക് വരും. അതാണോ പെണ്ണോ ആയിക്കോട്ടെ. അപ്പം അഷ്ടമഭാവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാർമിക് കണക്ഷനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. മാർസ് ഇൻ 8th ഹൗസ് ആൻഡ് കാർമിക് ഡെപ്റ്റ്. ആസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അഷ്ടമ ചൊവ്വയും കാർമിക് കണക്ഷൻസും. അഗ്നിതത്വമുള്ള ചൊവ്വ അല്ലേ, മണിപൂരകവുമായി കണക്റ്റഡായി കിടക്കുന്ന ഗ്രഹം സൂക്ഷ്മ ശരീരത്തിൽ. ആ ഗ്രഹം അഷ്ടമഭാവവുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ വരാവുന്ന കർമ്മഫലങ്ങളുടെ ഒരു വിശകലനം നമുക്ക് നോക്കാം. 1, പൂർവജന്മത്തിലെ ശക്തിയുടെ ദുരുപയോഗമാണ്. നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ ശക്തി എന്നിവയുടെ ദുരുപയോഗമാണ്. അതായത് കഴിഞ്ഞ ജന്മത്തിൽ അധികാരം, ആയുധം അല്ലെങ്കിൽ ശാരീരിക ബലം എന്നിവ തെറ്റായ രീതിയിൽ പ്രയോഗിച്ച് അതിൻ്റെ ഫലമായിട്ട് കിട്ടിയ ശാപതാപങ്ങൾ ഈ ജന്മത്തിൽ ചൊവ്വ അഷ്ടമത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് അനുഭവിക്കാനുള്ള യോഗം വരും. 2 രീതിയിലാണ്. 1, കഴിഞ്ഞ ജന്മത്തിൽ ചവിട്ട് കൊണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കാനുള്ള അതിയായ ആഗ്രഹവും തെളിച്ചമില്ലായ്മ ഈ ജന്മത്തിൽ 8ൽ ചൊവ്വ വന്നിട്ട് ഒരു ഗുണ്ട രീതികളിലേക്കൊക്കെ വരും.
അല്ല ഇടിയം പോലീസൊക്കെ ആവും. സർജറി ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും, കുത്തിക്കീറാൻ വലിയ താല്പര്യമായിരിക്കും, അത് ഗുണ്ടയായിട്ടാണെങ്കിൽ. അതേ സമയത്ത് കഴിഞ്ഞ ജന്മത്തിൽ ഇത് ദുരുപയോഗം ചെയ്തിട്ട് ശാരീരികപരമായിട്ടൊക്കെ ദുരുപയോഗം ചെയ്ത ആൾക്കാരെ ഇടിച്ച് എല്ലൊടിക്കുകയോ ഇടിച്ച് കൈ ഒടിക്കുകയോ ഇടിച്ച് നട്ടലൊടിക്കുകയോ ഒക്കെ ആണെങ്കിൽ ഈ ജന്മം ഒന്നി അത് അങ്ങനെ കിട്ടും, ഇല്ലെങ്കിൽ എന്താ ആക്സിഡൻ്റ് രൂപേണ കുറേ കാലം ബെഡിൽ കിടക്കേണ്ടതായിട്ട് വരും. ഇങ്ങനെ പല വിഷയങ്ങൾ ആ ശക്തിയുടെ ദുരുപയോഗം കൊണ്ട്, ബലത്തിൻ്റെ ദുരുപയോഗം കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളാണ് ഒന്നാമത്തേത്. രണ്ടാമത്തെ കാര്യങ്ങളെന്ന് പറയുന്നത് ഋണബന്ധങ്ങളാണ്, ഡെപ്റ്റാണ്. ഇതെല്ലാം തന്നെയാണ്. എന്നാലും സഹോദരങ്ങളുമായോ ഭൂമിയുമായോ ബന്ധപ്പെട്ടിട്ടുള്ള കഴിഞ്ഞ ജന്മത്തിലെ തർക്കങ്ങൾ ഈ ജന്മത്തിൽ തീർപ്പാക്കാനുള്ള സൂചനകൾ വരും എന്നുള്ളതാണ്. അപ്പം ബ്രേക്ക് ആവാത്ത ഇൻകംപ്ലീറ്റഡ് ആയിട്ടുള്ള ചില കമ്മിറ്റ്മെൻറ്റുകൾ തീർക്കേണ്ടി വരും. അത് സഹോദരങ്ങളുമായിട്ടോ ഭൂമിയുമായിട്ടോ ബന്ധപ്പെട്ടിട്ടുള്ള ചില അനുഭവങ്ങൾ വരും എന്നുള്ളതാണ്. അടുത്തത് അപ്രതീക്ഷിതമായിട്ടുള്ള തടസ്സങ്ങൾ. ഒന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്നൊരു തടസ്സം വന്ന് ജീവിതത്തിൻ്റെ ഒരു നിർണായക ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഈ ചൊവ്വയുടെ അപഹാരമോ ചൊവ്വയുടെ ദശയോ മറ്റ് ദശകളിൽ ചൊവ്വയുടെ അപഹാരമോ ഒക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് അപകടങ്ങൾ, പെട്ടെന്നൊരു അസുഖം, അല്ലെങ്കിൽ ശസ്ത്രക്രിയകൾ, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ളൊരു വൻ തകർച്ച എന്നിവ അനുഭവിക്കാനുള്ളൊരു കാര്യങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ബാക്കി പത്രത്തിലൂടെ കടന്നു പോകും എന്നുള്ളതാണ്. അപ്പോൾ ഈ 8th ഹൗസിൻ്റെ ഒരു കർമ്മഫലം എങ്ങനെ ജീവിതത്തിൽ വരുന്നു എന്നുള്ളതെന്ന് നോക്കിയാൽ നമുക്ക് മാനസികാവസ്ഥയുടെ രൂപത്തിൽ എങ്ങനെ വരുന്നു എന്നുള്ളത് നോക്കാം. ഇതൊക്കെ ഞാനൊരു പഠനം പോലെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു തരുന്ന, ഇത് നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുത്തോണം. എല്ലാ വീഡിയോയിലും എല്ലാത്തിലും എനിക്കിതൊന്നും പറഞ്ഞു തരാൻ പറ്റില്ല. ഓരോ സമയത്ത് നമ്മൾ ഓരോ വീഡിയോകൾ ചെയ്യുമ്പം അതിന് കിട്ടുന്ന ആ സമയത്തെ നമ്മുടെ ബുദ്ധിയുടെയും ശക്തിയുടെയും അനുസരിച്ച്, സമാധാനത്തിൻ്റെ അനുസരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യും. നമ്മൾ ഈ ഓരോ ഇപ്പം ലഗ്നത്തിൽ രവി നിൽക്കുമ്പോൾ ഒരു ഫലം പറഞ്ഞു, അതിൻ്റെ കാർമിക് ഡെപ്റ്റ് ഒരു രീതിയിൽ പറഞ്ഞു, അതിൽപ്പെടാത്ത ചില കാര്യങ്ങൾ ഞാൻ ചന്ദ്രൻ്റെ ഫലം പറഞ്ഞു. അപ്പോൾ അവിടെ പറയാത്ത കാര്യങ്ങൾ അപ്പുറത്തുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചില കാര്യങ്ങൾ നിങ്ങളെടുത്ത് ഇവിടെ ഉപയോഗിക്കണം. ഇവിടെ ഞാൻ കർമ്മഫലങ്ങൾ ജീവിതത്തിൽ എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് എവിഡൻ്റായിട്ട് എങ്ങനെ മനസ്സിലാക്കാമെന്ന് ചോദിച്ചാൽ 8th ഹൗസ് മാഴ്സിൻ്റെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. അയാൾക്ക് എങ്ങനത്തെ മാനസികാവസ്ഥ കൊടുക്കാം? അകാരണമായ ദേഷ്യം, ഒന്ന് അസ്വസ്ഥത, അല്ലെങ്കിൽ ആന്തരികമായിട്ടുള്ളൊരു ഭയം എന്നിവ ഇവർക്ക് അനുഭവപ്പെടും എന്നുള്ളതാണ്. ഒരു ഉഷ്ണം, ഒരു ഭയം, അല്ലെങ്കിൽ അകാരണമായ ദേഷ്യം. ഈ ഭയത്തെ മറയ്ക്കാനായിരിക്കും പലപ്പോഴും ഇവരുടെ ദേഷ്യം എന്നുള്ളത്. അടുത്തത് ബന്ധങ്ങളാണ്. ബന്ധങ്ങളിൽ ഇതെങ്ങനെയായിരിക്കും എന്നുള്ളത്. ദാമ്പത്യത്തിലോ പങ്കാളിത്ത ബിസിനസ്സിലോ അവിശ്വാസം അല്ലെങ്കിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ളൊരു ശ്രമം ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാവും. ഈ ശ്രമം കാരണം പരാജയങ്ങൾ വരികയും ചെയ്യും. നിങ്ങൾ കയ്യോടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ, നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ തെറ്റ്, 8ൽ ചൊവ്വയുള്ള ഒരാളുടെ തെറ്റ് കണ്ടുപിടിച്ചാൽ ആ പിടിക്കുന്ന അവസാന നിമിഷം വരെയും ഇവർ സമ്മതിച്ചു തരില്ല. അപ്പം ആ ഒരു വിഷയം ഉണ്ട് എന്നുള്ളതാണ്. അടുത്തത് ആരോഗ്യമാണ്. അപ്പം അത് ആരോഗ്യം എന്ന് പറയുന്നത് രക്തം, അസ്ഥി, മജ്ജ, അപകടങ്ങൾ, സർജറികൾ എന്നിവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വെല്ലുവിളികൾ നേരിടേണ്ടതായിട്ട് വരും. ദാമ്പത്തിക വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസോ വഴക്കോ ഒക്കെ വന്നിട്ട് അതുമായി ബന്ധപ്പെട്ട വെല്ലുവിളികൾ വരാനൊക്കെ ഉള്ളൊരു സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ്. ഇത്രയൊക്കെയാണ് പൊതുവെ എനിക്ക് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങൾ. ഇനി എന്നെ സംബന്ധിച്ചിടത്തോളം 8ൽ ചൊവ്വയുള്ളവരുടെ ഒരുപാട് പേരുടെ ഇതിൽ കണ്ടിൽ എനിക്കൊരു തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പഠിച്ചോണം 27 നക്ഷത്രത്തിൽ ഏതിലൊക്കെ നിൽക്കുമ്പോഴാണ് ചൊവ്വ അങ്ങനെ ഗുണം തരുന്നത് എന്നുള്ളത്. പ്രത്യേകിച്ച് മേടൻ രാശിയിൽ അശ്വതി നക്ഷത്രത്തിലൊക്കെ 8 ചൊവ്വയായിട്ട് നിൽക്കുന്ന ഒരുപാട് പേർക്ക്
ദാമ്പത്യ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒന്നീ ഡോക്ടറോ അല്ലെങ്കിൽ സർജനോ അല്ലെങ്കിൽ അതായത് ഡോക്ടറിൽ തന്നെ സർജറിയിൽ നല്ല കഴിവുള്ളവരോ നേഴ്സുമാരോ മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധമുള്ള ജോലികളൊക്കെ ചെയ്യാനുള്ളൊരു ഭാഗ്യം ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ അതെനിക്ക് വല്ലാത്തൊരു അത്ഭുതം തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് ഓരോരുത്തരുടെ ഒരു ഭാഗ്യമാണ്. ചില വിഷയങ്ങളിൽ, പ്രത്യേകിച്ച് ദാമ്പത്തിക വിഷയങ്ങളിൽ, റിലേഷൻഷിപ്പിലൊക്കെ ഇന്നത്തെ കാലത്ത് വിവാഹം എന്ന് മാത്രമല്ലല്ലോ, പലപ്പോഴും ഡേറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഓക്കെ ആയതിനു ശേഷമാണ് വിവാഹം കഴിക്കുന്നതാണ് ഇന്നത്തെ. എനിക്കറിയില്ല, ഈ പലപ്പോഴും ആൾക്കാർ സംസാരിച്ച് കഴിയുമ്പം വൈബ് ഓക്കെ ആണെന്ന് പറയുന്നവർ എങ്ങനെയാണ് കുറച്ച് കാലം കഴിയുമ്പം ഇതിപ്പോൾ വൈബ് ഓക്കെ അല്ല എന്ന് പറയുന്നത്, അല്ല കുറച്ച് സംസാരിച്ച് കഴിയുമ്പം, കുറച്ച് ഇടപെട്ട് കഴിയുമ്പം എൻ്റെ ടേസ്റ്റുമായി ഓക്കെ ആണെന്നൊക്കെ ഇവർ പറയുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പലപ്പോഴും വിവാഹം കഴിച്ച് മുന്നോട്ട് ജീവിക്കുമ്പം 10-12 വർഷം കഴിയുമ്പോഴൊക്കെയാണ് പലപ്പോഴും പൊരുത്തപ്പെട്ട് പോകാൻ പറ്റില്ല എന്നൊക്കെ മനസ്സിലാവുന്നത്. കാരണം അതിൻ്റെ ഇടയ്ക്കുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ, ജോലിയിലെ ക്രൈസിസുകൾ, കുടുംബക്കാരുടെ വിഷയങ്ങൾ, പല കാര്യങ്ങൾ, ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പം ഈ ക്രൈസിസുകളെല്ലാം ഒരുമിച്ച് ഫേസ് ചെയ്ത് അവരൊരു പോയിന്റിൽ, ഒരു സർട്ടൺ പോയിന്റിലെത്തും. ലൈഫ് പോയിന്റിലെത്തിക്കഴിയുമ്പോഴായിരിക്കും വല്ലാത്തൊരു സ്നേഹവും അടുപ്പവും അല്ലെ ഒരേ വൈബും ഒക്കെ ഉണ്ടാകുന്നത് കുറേ വർഷങ്ങൾ കഴിഞ്ഞായിരിക്കും. കാരണം ഈ ഒരേ പ്രശ്നങ്ങളിലൂടെ, കാരണം നമുക്കും ഓരോ വ്യക്തികൾക്കും ആ ഒരു അറിവിൻ്റെ പരിധിയും ജീവിതാനുഭവങ്ങളും കുറവല്ലേ. അപ്പോൾ ജീവിതത്തിൻ്റെ റിയാലിറ്റിയിലേക്ക് കടന്ന് അതിൻ്റെ ക്രൈസിസുകളൊക്കെ ഫേസ് ചെയ്തൊരു ലെവലിലേക്ക് എത്തുമ്പോൾ, ജീവിതത്തിൽ ചെയ്യേണ്ട ദൗത്യങ്ങളൊക്കെ ചെയ്തൊരു ലെവലിലേക്ക് എത്തുമ്പോഴൊക്കെയാണ് പലർക്കും അത് മനസ്സിലാവുന്നത്. അപ്പം അപ്പോഴാണ് ശരിക്കും ഒരു ദാമ്പത്യ ജീവിതത്തിന് ശരിക്കുള്ളൊരു അടിത്തറയും ഉറപ്പും ഫാൻറ്റസികൾക്കപ്പുറമായിട്ടുള്ളൊരു റിയാലിറ്റിയിലേക്ക് ബന്ധങ്ങളെത്തുന്നതുമൊക്കെ. അപ്പം 8 ചൊവ്വയുള്ളവർ കുടുംബജീവിതം തകർക്കാനുള്ള കാര്യങ്ങൾ ബോധപൂർവം ചെയ്യാതിരിക്കുക. 8 ചൊവ്വ എന്ന് പറയുന്നത് പലപ്പോഴും 7 രാഹു, 8 ചൊവ്വ, 7 കേതു, 8 ചൊവ്വ, ശുക്രൻ 6-8-12, വ്യാഴം 2 ഒക്കെ വരുമ്പം ഇതെല്ലാം കൂടെ ചേർന്ന് വരികയാണെന്നുണ്ടെങ്കിൽ വൈവാഹിക ജീവിതം വലിയ പാടായിരിക്കും. വൈവാഹിക ജീവിതം എന്നല്ല, ഇന്നത്തെ ഒട്ടുമിക്ക റിലേഷൻഷിപ്പും വിവാഹം പോലെ തന്നെയാണ്. റിലേഷൻഷിപ്പിൽ ഒരുപാട് വേദനകളുണ്ടാവും, അത് നിമിത്തമുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ വരാനുള്ള സാധ്യതകളുമൊക്കെ ഉണ്ടാവും. അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. ഇതൊന്നും ശരിയോ തെറ്റോ എന്ന് പറയാൻ ആർക്കും അധികാരമില്ല. ഓരോ വ്യക്തിയും യുണീക്കാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കാർമിക് ഡെപ്റ്റും അവർ പ്രപഞ്ചത്തെ കാണുന്ന കാഴ്ചപ്പാടുകളും യുണീക്കാണ്. ഒരു കമ്പാരിസൺ ഒന്നും ഇല്ല. ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാൻ ഇല്ല. കാലാതീതമായിട്ടുള്ള ഒരവസ്ഥയിലൂടെയാണ് മനുഷ്യൻ പോകേണ്ടത് എന്നുള്ളത് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം കാലത്തിനും ചുറ്റുപാടിലുമുള്ള മനുഷ്യ ചിന്താഗതിക്ക് അപ്പുറമായി ആ വ്യക്തി അയാൾ കാലാതീതനായി മാറുമ്പം അയാളുടെ യുണീക്കായിട്ടുള്ളൊരു വേൾഡും അയാളുടെ ഒരു തിരിച്ചറിവും അയാളെ തിരിച്ചറിയുകയൊക്കെ ചെയ്യുമ്പം വല്ലാത്തൊരു സമാധാനവും സന്തോഷവും, എങ്ങനെയാണ് പ്രതിസന്ധികളെയും എങ്ങനെയാണ് ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളോടും എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യേണ്ടത് എന്നുള്ളത് പഠിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പം അതിന് പറ്റുന്ന കർമ്മദോഷങ്ങളെ മറികടക്കാൻ ആ കാലാതീതനായിരിക്കുന്നൊരവസ്ഥയിലേക്ക്, കാലാതീതമായിട്ടുള്ളൊരവസ്ഥയിലേക്ക്, കാലത്തിൽ നിൽക്കുന്ന അവസ്ഥയിലേക്ക് മറികടക്കാൻ ഭൗതികമായ കരുതലുകൾക്കൊപ്പം തന്നെ ആത്മീയമായിട്ടുള്ള ചില ഉപാസനകൾ ചെയ്യേണ്ടതായിട്ട് വരും. അതിൽ ദൈവികമായിട്ടുള്ള ഉപാസനാ കാര്യങ്ങൾ ഞാൻ താന്ത്രികപരമായിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഒന്ന് സുബ്രഹ്മണ്യ ഉപാസനയാണ്. ഇതൊക്കെ ഗുരുമുഖത്തു നിന്ന് തന്നെ പഠിക്കേണ്ടതാണ്. രണ്ടാമത്തത് നരസിംഹ ഉപാസനയാണ്. മൂന്നാമത്തത് ഭദ്രകാളി ഉപാസനയാണ്. അതുപോലെ തന്നെ 8-ാം ഭാവം കുണ്ടലിനി ശക്തിയുടെ കേന്ദ്രമായതിനാൽ
നാഗാരാധനയോ അല്ലെങ്കിൽ വാസുകി ഉപാസനയോ അല്ലെങ്കിൽ നാഗലക്ഷ്മി ഉപാസനയോ അല്ലെങ്കിൽ നാഗകാളി ഉപാസനയോ അല്ലെങ്കിൽ കുണ്ടലിനി യോഗത്തിലെ ദീക്ഷയോ ഉപാസനയോ. കാരണം അഗ്നി ഗ്രഹമാണ് കുജൻ. അപ്പോൾ അത് 8-ൽ നിൽക്കുമ്പോൾ 8 പറയുന്നതും സ്വാഭാവികമായിട്ടും 8-ാം ഭാവം കുണ്ടലിനി ശക്തിയുടെ കേന്ദ്രമായതിനാൽ അങ്ങനെയും നമുക്ക് ചിന്തിക്കാം എന്നുള്ളതും കൂടി ആണ്. അതുപോലെ തന്നെ മന്ത്രജപമാണെന്നുണ്ടെങ്കിൽ, സാധാരണ മന്ത്രസ്തോത്രങ്ങളാണെന്നുണ്ടെങ്കിൽ 8-ലെ ചൊവ്വയ്ക്ക് ഋണമോചന മംഗളസ്തോത്രമൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ സാമ്പത്തികവും കർമ്മപരവുമായിട്ടുള്ള കടങ്ങൾ തീരാൻ, കാർമിക് ഡെപ്റ്റുകളും അതുപോലെ സാമ്പത്തികപരമായിട്ടുള്ള ഡെപ്റ്റുകൾ തീരാനും ഈ സ്തോത്രം നിത്യവും ജപിക്കുന്നത് സഹായിക്കും എന്ന് ചില ഗ്രന്ഥങ്ങൾ പറയുന്നു. അതുപോലെ തന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഏത് ഗ്രഹം 8-ൽ നിന്നാലും സപ്തശ്ലോകി എന്ന് പറയുന്ന ദുർഗാ സപ്തശതിയിലെ 700 ശ്ലോകങ്ങളിൽ നിന്നും എടുത്ത 7 പ്രധാനപ്പെട്ട ശ്ലോകങ്ങൾ നിത്യവും 7 പ്രാവശ്യം വീതം ജപിക്കുന്നത് കർമ്മപരമായിട്ടുള്ള മാറ്റങ്ങളും സാമ്പത്തികപരമായിട്ടും ഭൗതികപരമായിട്ടുമുള്ള ഉയർച്ചകളും ഉണ്ടാവും എന്ന് പറയുന്നത്. എന്നെ കൺസൾട്ടേഷൻ എടുക്കുന്ന മിക്ക ആൾക്കാർക്ക് ഞാനത് അയച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ സുബ്രഹ്മണ്യ ഗായത്രി ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഒരു 108 വീതം ജപിക്കുന്നത് ബുദ്ധിശക്തിയും ധൈര്യവും ലഭിക്കാൻ സഹായിക്കും. അല്ലെങ്കിൽ സുബ്രഹ്മണ്യ അഷ്ടോത്തരം ജപിക്കാം. ഇതൊക്കെ ഗ്രന്ഥങ്ങളിൽ കണ്ടതും അനുഭവമുള്ളതുമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ കർമ്മപരമായിട്ടുള്ള മാറ്റങ്ങൾ, ചിലവർക്ക് ദാനധർമ്മങ്ങളിലായിരിക്കും ഇഷ്ടം, അല്ലെങ്കിൽ കർമ്മപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിരിക്കും ഇഷ്ടം, മന്ത്രം ജപിക്കുന്നതിനേക്കാളിലും സ്തോത്രങ്ങൾ ജപിക്കുന്നതിനേക്കാട്ടിലുമൊക്കെ. അപ്പം അങ്ങനെയുള്ളവർക്ക് പ്രധാനമായിട്ട് രക്തദാനം ചെയ്യുന്നത് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് ചൊവ്വാഴ്ച ദിവസങ്ങളിലൊക്കെ രക്തദാനം ചെയ്യുന്നത്, സർജറി പോലുള്ള രോഗമുള്ളവരെ അങ്ങനെ സഹായിക്കുന്നത്, അങ്ങനെയുള്ളവരൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ചൊവ്വയുടെ അഷ്ടമത്തിലെ ചൊവ്വയുടെ ദോഷം കുറയ്ക്കാൻ സഹായിക്കും. അതുപോലെ ഭൂമി ദാനം ചെയ്യുകയോ അല്ലെങ്കിൽ പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയോ, എന്തെങ്കിലും വഴക്കോ വിഷയങ്ങളോ വല്ലതും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് വേണ്ട കാര്യങ്ങൾ സഹായിക്കുകയോ, അല്ലെങ്കിൽ സർജറിക്ക് സഹായിക്കുകയോ, അല്ലെങ്കിൽ ഡോക്ടറോ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കാര്യങ്ങൾ ഇടയ്ക്കെങ്കിലുമൊക്കെ, പ്രൊഫഷനാണ് എന്നാൽ പോലും ഇടയ്ക്കെങ്കിലുമൊക്കെ സഹായം പോലെ ആൾക്കാർക്ക് ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് ചൊവ്വയ്ക്കുള്ള ഒരു വഴിപാട് തന്നെയാണ് എന്നുള്ളതാണ്. ചുരുക്കത്തിൽ ചൊവ്വ എന്ന് പറയുന്നത് ഒരു അഗ്നികാരകനായ ഗ്രഹമാണ്, സൈന്യാധിപനാണെങ്കിലും ഒരു ശുദ്ധനായ, ആന്തരികമായിട്ടൊരു ശുദ്ധനായ ഗ്രഹമാണ്. മത്സരിച്ചു അടിയുണ്ടാക്കിയും ജയിക്കാൻ പറ്റില്ലെങ്കിൽ പോലും ശുദ്ധമായ ഒരു ഗ്രഹമാണ്. അത് അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ അഗ്നിക്ക് അഗ്നിയുടേതായ ഒരു ശുദ്ധിയുണ്ട്. അതുപോലെ തന്നെ ചൊവ്വയ്ക്ക് ചൊവ്വയുടേതായ ഒരു ശുദ്ധിയുണ്ട്. കുറച്ച് നമ്മളുമായിട്ട് അതിൻ്റെ പ്രവർത്തികൾ, അതിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്ന ഒരു സർവനാശത്തിൻ്റെ ആണെങ്കിലും അതിന് അതിൻ്റേതായൊരു ശുദ്ധിയുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അപ്പം അഷ്ടമത്തിലെ ചൊവ്വ എന്ന് പറയുന്നത് ഒരു ശിക്ഷയല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. മറിച്ച് നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കാനുള്ള ഒരു അഗ്നിപരീക്ഷയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അഗ്നിപരീക്ഷ എന്നൊക്കെ പറയും സൈന്യാധിപന് കിട്ടുന്ന ട്രെയിനിങ് പോലെയാണ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഈ ജന്മം ചെയ്യാനുണ്ടാവും. അതിന് കിട്ടുന്ന ഒരു പരീക്ഷണമായിട്ട് അതിനെ കാണുക. ശരിയായ ഉപാസനയിലൂടെയും കർമ്മത്തിലൂടെയും ഈ ഊർജത്തെ, നിങ്ങളുടെ ഈ കഴിവിനെ, ഈ ശക്തിയെ ആത്മീയമായിട്ടുള്ള വഴിയിലേക്ക് തിരിച്ചുവിടുകയും നിഗൂഢമായിട്ടുള്ള ശാസ്ത്രങ്ങൾ പഠിക്കാനുള്ള വഴിയിലേക്ക് തിരിച്ചുവിടുകയും ഒക്കെ ചെയ്താൽ കഠിനമായിട്ടുള്ള ഒരു പരിവർത്തനം, കഠിനമായിട്ടുള്ളൊരു ശ്രമം നിങ്ങളുടെ പരിവർത്തനത്തിന് കാരണമാകും എന്നുള്ളതാണ്. അത് പരിവർത്തനം അങ്ങനെ വന്നാൽ നിങ്ങളുടെ വ്യക്തിത്വം മാറും. നിങ്ങൾ വലിയ തീ പോലെ ജ്വലിക്കുന്ന ഒരു പ്രഭാവമായി നിങ്ങൾ മാറുകയും ചെയ്യും. ഇതേ എനർജി തന്നെ നിഗൂഢ ബന്ധങ്ങളിലും ആവശ്യമില്ലാത്ത കാര്യങ്ങളിലും ഒക്കെ പോയി ബന്ധപ്പെട്ടാൽ അടി വഴക്ക്, അവിഹിതങ്ങൾ, അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ, വിഹിതമല്ലാത്ത പല കാര്യങ്ങളിലേക്കും പോയി പേരുദോഷവും ഒക്കെ വന്ന്
സർവനാശത്തിനത് കാരണമാവുകയും ചെയ്യും എന്നുള്ളതാണ്. ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാവില്ല. ഓവർ കോൺഫിഡൻസ് കൊണ്ട് പലതും പറഞ്ഞ് പല കഴിവുകളും നശിപ്പിച്ച് ലാസ്റ്റ് നിങ്ങൾക്കൊരിക്കലും ഉയർത്തെഴുന്നേൽക്കാൻ പറ്റാത്ത പല തൊലിക്കെട്ടികളും പല കാര്യങ്ങളും ഒക്കെ കാണിച്ചാലും പക്ഷേ ഒട്ടും ഉയർത്തെഴുന്നേൽക്കാൻ പറ്റാത്ത രീതിയിലേക്ക് തരം താഴ്ന്നു പോവുകയും ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ പോസിറ്റീവായിട്ട് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോയി ജീവിതം രക്ഷപ്പെടുത്തിയെടുക്കാൻ നോക്കുക. സർവ്വ ഐശ്വര്യങ്ങളും ഭഗവതി തരട്ടെ, ഭദ്രകാളി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. സുബ്രഹ്മണ്യ സ്വാമിയുടെയും നരസിംഹമൂർത്തിയുടെയും അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ഗ്രഹത്തിൻ്റെ അഷ്ടമത്തിലെ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. നമസ്കാരം.